ഹായ് ഫ്രണ്ട്സ്, ക്ലാസ് 8 സ്റ്റുഡൻസിൻ്റെ മാത്തമാറ്റിക്സിലെ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആ ചാപ്റ്ററിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താ പഠിച്ചേക്കുന്നത്? ഈക്വൽ ട്രയാങ്കിൾസ് എന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ നമ്മൾ ഒരുപാട് ജോമെട്രിക്കൽ ഷേപ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഒരു ട്രയാങ്കിളിനെ കൂടി ചേർന്ന് ഒരുപാട് ഷേപ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ട്രപ്പീസിയം, പാരലോഗ്രാം, റോംബസ്, അങ്ങനെ ഒരുപാട് ഷേപ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ജോമെട്രി? ജോമെട്രി എന്ന് പറഞ്ഞ വാക്ക് വന്നിരിക്കുന്നത് ജിയോ എന്ന് പറയുന്നതും മെട്രോൺ എന്ന് പറയുന്ന രണ്ട് വാക്കിൽ നിന്നാണ്. ഈ രണ്ട് വാക്കുകൾ കൂടി ചേർന്നിട്ടാണ് എന്തെന്ന് പറയുന്നത് ജോമെട്രി എന്ന് പറഞ്ഞ് വന്നേക്കുക. അപ്പോൾ ജിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത്. മെട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷർ. അപ്പം എന്തായിരിക്കും ജോമെട്രി എന്ന് പറഞ്ഞാൽ? എക്സാക്ട്ലി, മെഷർമെൻറ്റ് ഓഫ് എർത്ത് ആണ് ആരെന്ന് പറയുന്നത് ജോമെട്രി. അപ്പോൾ ജോമെട്രിയുടെ പിതാവ് അഥവാ ഫാദർ ഓഫ് ജോമെട്രി എന്നറിയപ്പെടുന്നത് ആരാണ്? അതെ, അദ്ദേഹം ഒരു ഗ്രീക്ക് മാത്തമാറ്റീഷ്യനാണ്. നെയിം എന്താണ്? യൂക്ലിഡാണ്. യൂക്ലിഡാണ് ഫാദർ ഓഫ് ജോമെട്രി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ബേസിക്സ് ജസ്റ്റ് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആ ചാപ്റ്ററാണ് പോളിഗൺസ്. ഇതാ നോക്കി, നിങ്ങൾ ഇതിനകത്ത് പല ഷേപ്പുകളും കണ്ടിട്ടുണ്ട് അല്ലേ? ട്രയാങ്കിൾ, പെൻറ്റഗൺ, ഒക്ടഗൺ, ഹെക്സഗൺ, ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ഇനി കണ്ടിട്ടില്ല എങ്കിൽ കൂടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. പക്ഷേ പോളിഗൺസ് നമ്മൾ പറയണമെങ്കിൽ ആദ്യം നമുക്ക് കുറച്ച് ക്ലോസ്ഡ് ഫിഗേഴ്സിനെ കുറിച്ച് ഒരു ബോധമുണ്ടാവണം. എന്താണ് ക്ലോസ്ഡ് ഫിഗർ? ക്ലോസ്ഡ് ഫിഗർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലേ? അതിന് എൻ പോയിൻറ്റ്സ് എല്ലാം എന്തായിരിക്കും? അടഞ്ഞതായിരിക്കും. നമുക്കൊരു അടഞ്ഞ പടം കിട്ടുകയാണെങ്കിൽ അതാണ് ക്ലോസ്ഡ് ഫിഗർ. അത് ഓപ്പൺ അപ്പ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഓപ്പൺ ഫിഗർ. അപ്പോൾ ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസുകൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കി, കുറേ ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ക്ലോസ്ഡ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ? ഈ ഫസ്റ്റ് ഫിഗർ ക്ലോസ്ഡ് ആണോ? ഈ ഫസ്റ്റ് ഫിഗർ ക്ലോസ്ഡ് ആണോ? അല്ല. കാരണം എന്താ? ഇതിൻ്റെ എൻഡ്സ് ഒന്നും എന്താണ്? ഒരാൾ ഇവിടെ ഒരാൾ ഇവിടെയാണ്. ജോയിൻ്റ് ആണോ തമ്മിൽ? അല്ല. സോ ഇറ്റ്സ് ആൻ ഓപ്പൺ ഫിഗർ. ഞാനിവിടെ ഓ എന്ന് മാർക്ക് ചെയ്യാം. സെക്കൻഡ് ഫിഗറോ? ഇവിടെ ഒന്നും ജോയിൻ്റ് അല്ല അല്ലേ? അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? ഓപ്പൺ ഫിഗറാണ്. തേർഡ് ഫിഗറോ? ഇതിൻ്റെ എൻഡ്സ് എല്ലാം എന്താണ്? എല്ലാ സൈഡ്സും ജോയിൻ്റ് ആണ്. സോ ഇറ്റ്സ് എ ക്ലോസ്ഡ് ഫിഗർ അല്ലേ? നെക്സ്റ്റ് ഫിഗർ ഒന്ന് നോക്കി. ഇതിൻ്റെയോ? ഇതും എല്ലാ സൈഡ്സും ജോയിൻ്റ് ആണ്. സോ ഇതും എന്താണ്? ഒരു ക്ലോസ്ഡ് ഫിഗറാണ്. ഇത് നെക്സ്റ്റ് ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്തല്ലേ? സർക്കിൾ എന്താണ്? ഒരു പോയിന്റ് തുടങ്ങി അവസാനം അവിടെ തന്നെ അവസാനിക്കുന്നത്. സോ അതും എന്ത് തന്നെയാണ്? ഒരു ക്ലോസ്ഡ് ഫിഗറാണ്. ഇനി ഇത് നോക്കിയേ, എല്ലാവരുടെ വീട്ടിലുള്ളതാണ് ഹോസ്. ഈ ഹോസിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ഇത് ഓപ്പൺ ആണോ അതോ ക്ലോസ്ഡ് ആണോ? ഓപ്പൺ ആണ്. കാരണം എന്താ? ഇതിൻ്റെ രണ്ട് എൻഡ് പോയിൻറ്റ്സ് എന്താണ്? ജോയിൻ്റ് അല്ല. നെക്സ്റ്റോ? ഇതും എന്താണ്? ഇത് രണ്ടുപേരും എന്താണ്? ഓപ്പൺ ഫിഗേഴ്സുകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലോസ്ഡ് ഫിഗറിനെ കുറിച്ച് ധാരണയുണ്ടല്ലോ. ക്ലോസ്ഡ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എൻഡ് പോയിൻറ്റ്സും എന്തായിരിക്കും? എൻഡുകൾ ആ സൈഡ്സിൻ്റെ എവിടെ തുടങ്ങി അവിടെ തന്നെ വന്ന് അവസാനിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫിഗേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോസ്ഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഇതിലേക്ക് നോക്കി, ഇവിടെ ഞാൻ കുറച്ച് ഫിഗേഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഫിഗേഴ്സുകളെല്ലാം ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ? എക്സാക്ട്ലി, എല്ലാം എന്ത് തന്നെയാണ്? ക്ലോസ്ഡ് ആണ്. കാരണം ഒരു ഫിഗർ പോലും എന്താണ്? ഓപ്പൺ ആയിട്ടിരിപ്പില്ല, തുറന്നിരിപ്പില്ല അല്ലേ? എല്ലാ എൻഡ്സും എന്താണ്? അത് ജോയിൻ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. സോ ഇപ്പം നിങ്ങൾക്കൊരു ക്ലോസ്ഡ് ഫിഗറിനെ കുറിച്ച് ധാരണ കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഞാൻ കുറേ ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു 3 ഡോട്ടുകൾ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ബുക്കിൽ ജസ്റ്റ് നിങ്ങൾ വരയ്ക്കുക. ഇത് ഗ്യാപ്പ് ഇട്ട് വരയ്ക്കുക കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് കൺജസ്റ്റഡ് ആയിപ്പോയി ചെയ്തത്. നിങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഡോട്ട്സ് ഇടുക. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു 3 ഡോട്ട് നിങ്ങൾ ചൂസ് ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്യാം. ആ 3 ഡോട്ട് ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരേ ലൈനിൽ തന്നെ ചൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും 3 പോയിൻറ്റ്സ് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തോ? ചൂസ് ചെയ്തെങ്കിൽ അത് 3 ഒന്ന് ജോയിൻ ചെയ്തേ. നിങ്ങളിപ്പോൾ ഇവിടെ നിങ്ങളൊരു 3 പോയിൻറ്റ്സ് ജോയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഫിഗർ എന്താണ്? അതെ, ഒരു ട്രയാങ്കിളാണ് കിട്ടിയല്ലേ? ഇനി നിങ്ങളൊരു മറ്റൊരു പോയിൻ്റ് കൂടെ കൺസിഡർ ചെയ്തു. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അതെ, ഒരു 4 വശമുള്ളൊരു ഫിഗറാണ് കിട്ടുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കുറഞ്ഞതൊരു ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആണോ? ആണല്ലേ?
അപ്പോൾ നമ്മളൊരു കുറഞ്ഞതൊരു ക്ലോസ്ഡ് ഫിഗർ കിട്ടണമെങ്കിൽ നമുക്ക് എത്ര സൈഡ്സ് കുറഞ്ഞത് വേണം? ഒരു ക്ലോസ്ഡ് ഫിഗർ കിട്ടണമെങ്കിൽ കുറഞ്ഞത് എത്ര സൈഡ്സാണ്, എത്ര ലൈൻ സെഗ്മെൻറ്റ്സ് ജോയിൻ ചെയ്യണം? 1 വേണോ? 2 മതിയോ? അല്ല. എത്ര വേണ്ടത്? 3 ലൈൻ സെഗ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഒരു ക്ലോസ്ഡ് ഫിഗർ ലഭിക്കുകയുള്ളൂ. അപ്പം ക്ലോസ്ഡ് ഫിഗറും അതുപോലെ തന്നെ നമ്മളുടെ പോളിഗണിലേക്കും ഇനി എത്താനുള്ള വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ. അതായത് ക്ലോസ്ഡ് ഫിഗറിന് ഒരു 3 ഓർ മോർ ലൈൻ സെഗ്മെൻറ്റ്സ് വെച്ച് ജോയിൻ ചെയ്ത് കിട്ടുന്ന ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോളിഗൺ എന്ന് വിളിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കിയാലോ. A polygon is a closed figure made up of line segments, not curves, in a two-dimensional plane. In other words, closed figures having 3 or more sides are called polygon. അപ്പോൾ എന്താണ് ഒരു ക്ലോസ്ഡ് ഫിഗർ എന്ന് പറഞ്ഞാൽ, ഒരു പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോളിഗൺ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ 3 അതിൽ കൂടുതലോ സൈഡുകളുള്ള എന്താണ് ക്ലോസ്ഡ് ഫിഗറിനെയാണ് എന്തെന്ന് പറയുന്നത്? പോളിഗൺ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എല്ലാ ക്ലോസ്ഡ് ഫിഗറും പോളിഗൺ ആകൂ? ഇല്ല. കാരണം എന്താണ്? പോളിഗൺസ് ആവണമെങ്കിൽ ആ സൈഡ്സ് എല്ലാം എന്തായിരിക്കണം? 3 അതിൽ കൂടുതലോ സൈഡ്സ് എന്ന് പറയുമ്പോൾ ലൈൻ സെഗ്മെൻറ്റ്സ് തന്നെ ആയിരിക്കണം. ആ 3 അതിൽ കൂടുതലോ ലൈൻ സെഗ്മെൻറ്റ്സ് ചേർന്നാൽ മാത്രമേ അതെന്താവുകയുള്ളൂ? പോളിഗൺസ് ആവുകയുള്ളൂ. അപ്പോൾ ഏറ്റവും ചെറിയ പോളിഗൺ ആണെങ്കിൽ എന്തായിരിക്കും ഏറ്റവും ചെറിയ പോളിഗണിൻ്റെ പേര്? അതെ, ട്രയാങ്കിൾ അല്ലേ? കുറഞ്ഞത് 3 സൈഡ് ഉണ്ടെങ്കിലല്ല നമുക്കൊരു ക്ലോസ്ഡ് ഫിഗർ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം 3 സൈഡുള്ള ക്ലോസ്ഡ് ഫിഗറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രയാങ്കിൾ. സോ ട്രയാങ്കിൾ ഇസ് ദ സിംപ്ലസ്റ്റ് പോളിഗൺ. നമുക്ക് നോക്കാം, കുറച്ചതിന് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുകൾ നോക്കാം. പോളിഗൺ ഇസ് ദ കോമ്പിനേഷൻ ഓഫ് 2 വേർഡ്സ്. പോളി മീൻസ് മെനി ആൻഡ് ഗൺ മീൻസ് സൈഡ്സ്. പോളിഗൺ എന്ന് പറഞ്ഞാൽ അത് സ്പ്ലിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് പറയാം 2 വാക്കുകളുടെ കോമ്പിനേഷനാണ്. ഒന്ന് പോളിയും ഒന്ന് ഗൺ. പോളി എന്ന് പറഞ്ഞാൽ മീൻസ് ഒരുപാട്, മെനി എന്ന അർത്ഥം. ഗൺ മീൻസ് എന്താണ്? സൈഡ്സ്. സിമ്പിൾ മീനിങ്. എ മിനിമം ഓഫ് 3 ലൈൻ സെഗ്മെൻറ്റ്സ് ഈസ് റിക്വയർഡ് ടു കണക്ട് എൻഡ് ടു എൻഡ് ടു മേക്ക് എ ക്ലോസ്ഡ് ഫിഗർ. എന്താണ് അടുത്ത് പറഞ്ഞേക്കുന്നത്? കുറഞ്ഞത് ഒരു 3 ലൈൻ സെഗ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഒരു ക്ലോസ്ഡ് ഫിഗർ വരയ്ക്കാൻ പറ്റൂ. ശരിയല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആ ക്ലോസ്ഡ് ഫിഗറിൻ്റെ പേരെന്തായിരിക്കും? ട്രയാങ്കിൾ. അതാണ് മൂന്നാമത് പറഞ്ഞത്. ദസ് എ പോളിഗൺ വിത്ത് എ മിനിമം ഓഫ് 3 സൈഡ്സ് ഈസ് നോൺ ആസ് ട്രയാങ്കിൾ ആൻഡ് ഇസ് ഓൾസോ കോൾഡ് എൻഗൺ. അപ്പം 3 വശമുള്ള ആ ഒരു പോളിഗണിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രയാങ്കിൾ അഥവാ എൻഗൺ എന്നുള്ളത്. നെക്സ്റ്റ്, ഇതിന് കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പം എന്താണ്? എത്ര വശമുള്ളതാണ്? 4 വശമുള്ളത്. ക്വാഡ്രിലാറ്ററലിന് മലയാളം എന്താ നമ്മൾ പറയുക? ചതുർഭുജം. അപ്പോൾ ക്വാഡ്രിലാറ്ററൽ 4 വശമുള്ള ഒരുപാട് പോളിഗൺ ഉണ്ട് അല്ലേ? ഫസ്റ്റ് വൺ ഞാൻ വരച്ചേക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ സ്ക്വയർ. നെക്സ്റ്റോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ. ഇത് എന്താണ്? നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്ന് പറയുന്നത് പാരലോഗ്രാം. അടുത്തതോ ഒരു ട്രപ്പീസിയാണ് അല്ലേ? ഇനി 5 വശമുള്ളതാണെങ്കിലോ 5 സൈഡഡ് പോളിഗണെ വിളിക്കുന്ന പേരാണ് പെൻറ്റഗൺ. അതിൻ്റെ ഒരു പടമാണ് ഇതായി കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെക്സഗൺ. ഹെക്സ എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6 സൈഡഡ് ആയിട്ടുള്ള പോളിഗണിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഹെക്സഗൺ. ഓക്കെ. അപ്പം n സൈഡഡ് ആയിട്ടുള്ള ഒരു പോളിഗണിനെ എന്തായിരിക്കും വിളിക്കുന്നത്? എൻഗൺ. നോക്കാം. n സൈഡഡ് പോളിഗൺ ഇസ് കോൾഡ് എൻഗൺ. ഇനി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസുകൾ നമുക്ക് നോക്കാം. ഡെയിലി ലൈഫിൽ നമ്മൾ കാണപ്പെടുന്ന കുറച്ച് എക്സാമ്പിൾ, പോളിഗണിൻ്റെ എക്സാമ്പിളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലോർ ഡിസൈൻസ് അല്ലേ? നിങ്ങൾ ഫ്ലോറിൽ ടൈലിൽ പല പല ഷേപ്പുകൾ നിങ്ങൾ നോക്കാറുണ്ട് അല്ലേ വീട്ടിൽ? അവരവരുടെ വീട്ടിലൊന്ന് പോയി അവരവരുടെ വീട്ടിലോ മറ്റുള്ളവരുടെ വീട്ടിലായാലും നമുക്ക് ടൈൽസിൻ്റെ ഷേപ്സ് നോക്കാം. അതെന്താണ്? ഒരു പോളിഗൺ എക്സാമ്പിളാണ്. ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സിനാണെങ്കിലും പല പല ഷേപ്സാണ്. അതും എന്തിന് എക്സാമ്പിളാണ്? പോളിഗണിൻ്റെ എക്സാമ്പിളാണ്. അടുത്ത ഹണി കോംബ് കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും. ട്രാഫിക് സിഗ്നൽസ് ഡെയിലി കാണുന്ന കാര്യമല്ലേ? സൈൻ ബോർഡ്സ്, അതുപോലെ ബിൽഡിങ്ങിൻ്റെ ഷേപ്പുകൾ. ഇപ്പോൾ സ്കൂൾ ബിൽഡിങ്ങിനുള്ള ഷേപ്പ് എന്താണെന്ന് നമുക്കറിയാം. ഇനി അതുപോലെ സ്റ്റാർ ഫിഷ്, നെക്സ്റ്റ് ലാപ്ടോപ്പ്. ഇതെല്ലാം എന്താണ്? എന്താ പറയുക, നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണപ്പെടുന്ന പോളിഗൺസിൻ്റെ എക്സാമ്പിളുകളാണ്. ഇത് അല്ലാതെ വേറെ ഏതെങ്കിലും എക്സാമ്പിളുകൾ നിങ്ങൾക്ക് ഓർക്കാമോ? ഒരുപാടുണ്ട് അല്ലേ? നമ്മളിപ്പം നമ്മുടെ ഡോറ്, നമ്മുടെ വിൻഡോസ്, പിന്നെ നമ്മൾ കാണുന്ന TV, എല്ലാത്തിൻ്റെയും ഷേപ്പ് എന്താണ്? പോളിഗണുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ? അപ്പോൾ കഴിക്കുന്ന ഒരു ആഹാരം തന്നെ എടുക്കാം. സിമ്പിളായിട്ട് ബ്രെഡ്. എല്ലാവരും കഴിക്കുന്ന ഒരു ആഹാരമാണ് ബ്രെഡ് അല്ലേ? ബ്രെഡിൻ്റെ ഷേപ്പ് എന്താ?
സ്ക്വയറാണ് അല്ലേ? അപ്പോൾ ഞാൻ അതിനെ ഡയഗണലി ഒന്ന് കട്ട് ചെയ്യുക. ഒരു ബ്രെഡിനെ എടുത്ത് ഞാൻ ഡയഗണലി കട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഏത് ഷേപ്പാണ് കിട്ടിയേ? ആ 2 പീസാക്കി. ആ 2 പീസ് ഏത് ഷേപ്പാണ്? അതെ, വളരെ ശരി ഉത്തരമാണ്. അതെന്താണ്? ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പ് എനിക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കണമെങ്കിൽ അത് ട്രയാങ്കിൾ ഷേപ്പായി. ബ്രെഡ് മാത്രമായിട്ട് കഴിക്കണമെങ്കിൽ അതെന്തായി? സ്ക്വയർ ഷേപ്പായി. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഷേപ്പുകൾ നമ്മൾ പോളിഗൺസ് കാണുന്നുണ്ട് അല്ലേ? വെറുതെ ആണോ ചാക്കോ മാഷ് സ്ഫടികം എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞേക്കുന്നത് ഭൂമിയുടെ സ്പന്ദനം എന്താണ്? കണക്കിലാണെന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ജസ്റ്റ് ഫോർ യുവർ നോളജ് ടു ബി ഇംപ്രൂവ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു പ്രൊവൈഡ് സം അതർ ഡെയിലി ലൈഫ് എക്സാമ്പിൾ ഓൺ പോളിഗൺ? പോളിഗണിനെ സംബന്ധിച്ച് വേറെ ഏതെങ്കിലും എക്സാമ്പിളുകൾ നിങ്ങൾക്ക് പറയാമോ? ഒരുപാട് ഇപ്പം ഞാൻ പറഞ്ഞതല്ലാതെ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലാതെ ഉള്ള എക്സാമ്പിളുകളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അടുത്തത്, ഈസ് ദ ലെറ്റർ യു എ ക്ലോസ്ഡ് ഓർ ഓപ്പൺ ഷേപ്പ്? യു എന്ന് പറയുന്ന ലെറ്റർ ഒരു ക്ലോസ്ഡ് ഫിഗർ ആണോ അല്ലതോ ഒരു ഓപ്പൺ ഷേപ്പ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങളുടെ നോളജ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി 2 ചോദ്യം ഇട്ടിരിക്കുകയാണ്. 2 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ 40 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. ഒരു ട്രയാങ്കിളിന് എത്ര ആംഗിൾ ഉണ്ട്? എക്സാക്ട്ലി 3 വേർട്ടിസസും ഉണ്ട്, 3 ആംഗിളും ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ 2 ആംഗിൾ ഞാൻ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഇറ്റ്സ് തേർഡ് ആംഗിൾ. ഒരു ഹിൻറ്റ് ഞാൻ തരികയാണ്. 3 ആംഗിളൂടെ കൂട്ടിയാൽ എത്രയാണ് സമ്മ്? അതെ, 180 ഡിഗ്രി. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ 3 സൈഡഡ് പോളിഗൺ? 3 സൈഡഡ് പോളിഗൺ ആരാണ്? അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ആംഗിളിൻ്റെ സം എന്താണ്? ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടുമ്പം എത്ര വരും? സോ ജസ്റ്റ് വാച്ച്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഫ് എനി ഡൗട്ട്സ് ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഓക്കെ, താങ്ക് യു.